ഹലോ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഗുഡ് മോർണിംഗ് നേരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തുടങ്ങുമ്പോൾ തന്നെയും ആദ്യം ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആയിരിക്കും ഞാൻ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചന്ദനത്തിരി കത്തിച്ച് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ അത് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ചന്ദനത്തിരി ഇല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ പാടെ തന്നെ ഞാൻ പുട്ടിനൊക്കെ കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, ചെമ്മീനും കൊഴുവ. നിങ്ങളുടെ നാട്ടിലെന്താണോ ഇതിന് പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെ കൊഴുവ എന്നാണ് പറയണത്. ആ കൊഴുവ ഐസായിരുന്നു, അപ്പോൾ വെള്ളത്തിലെടുത്ത് വെച്ചു. അപ്പോൾ ഐസൊക്കെ വിട്ടിട്ട് വേണമല്ലോ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൊഴുവ് എടുക്കുന്നില്ല, ചെമ്മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം ചെമ്മീൻ റോസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. സവാളയൊക്കെ ഉലിച്ച് ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ആ സാധനം വാങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ മിക്സിയിലിട്ടിട്ടാണ്, സോഡിയാക്കിൻ്റെ മിക്സിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ സവാളയൊക്കെ അരിയണത് മിക്സിയിലിട്ടിട്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കറണ്ട് ലാഭവുമാണ്, നല്ലോണമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കുനുകുനായിട്ട് അരിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇതിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് സവാളയും തക്കാളിയും ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് അരിയുന്നത്. ഒരു അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചീൻ്റെ പേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചപ്പോഴാണ് ഓർത്തത്, അയ്യോ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എളുപ്പം തന്നെ പച്ചമുളകും എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പച്ചമുളകും 3 ഇടുകയുള്ളൂ ഞാൻ, കാരണം സേറാക്ക് കഴിക്കണ കൊണ്ടിട്ട് ഞാനങ്ങനെ ഓവറായിട്ട് പച്ചമുളക് ചെറുതാണ് പച്ചമുളക്, അതുകൊണ്ടാണ് 3 ഇട്ടത്. അല്ലെങ്കിൽ ഞാനങ്ങനെ ഓവറായിട്ട് പച്ചമുളകൊന്നും യൂസ് ചെയ്യൂല. പൊതുവേ എനിക്കും എരിവ് ഇഷ്ടമല്ല, ഇക്കും അധികം ഓവർ എരിവ് ഇഷ്ടമല്ല. എന്നാലും ആൾ കഴിക്കും, പക്ഷേ ഞാനും വേറെ എരിവ് അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതും അതിലിട്ടിട്ട് തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് നല്ലോണം നല്ല ഉപകാരമുണ്ടത്. കറണ്ടൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ഉപകാരമുണ്ടതിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചായിട്ടായിരിക്കും കേട്ടോ വീഡിയോസ് ഇതാക്കുന്നത്. ഫുള്ളായിട്ട് ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ടില്ല. അതിനപ്പോൾ ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ചു. ഞാൻ എല്ലാം വെക്കുന്നത് മീൻ വിഭവമാണെങ്കിലും ഇറച്ചികളാണെന്നുണ്ടെങ്കിലും ചട്ടിയിലായിരിക്കും കൂടുതലും വെക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവർ കയറുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പം തന്നെ അത് എല്ലാം കൂടി ഒരുമിച്ച് വെളിച്ചെണ്ണയിലിട്ടിട്ട് വാട്ടിയെടുത്ത്, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ചിലവർ ഓയിലൊക്കെ യൂസ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അതിനപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ പാടെ തന്നെ എല്ലാ ദിവസവും കാണുന്നത് പോലെ തന്നെ സേറ ആദ്യം കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ടയർ നോക്കിയത്. ബുള്ളറ്റിൻ്റെ ടയർ പഞ്ചറായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഒരു 2 മിനിറ്റിനുള്ളിൽ ഊബറും വന്നു. അപ്പോൾ സേറാക്കാണെങ്കിലോ കാറിൽ പോണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബൈക്കും ഇഷ്ടമാണ്, പക്ഷേ കാറിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടം ബുള്ളറ്റിൽ പോകണതാണ്. അപ്പോൾ എൻ്റെ വണ്ടി എൻ്റെ ഉമ്മയുടെ അനിയത്തി കൊണ്ടുപോയേക്കണം അവിടെയിട്ട്, അതിൽ പോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടി വന്നപ്പോൾ തന്നെ കയറി മൂപ്പരാൾക്ക് നമ്മളുടെ 2 പേരുടെ നടുക്ക് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു കള്ള നോട്ടം നോക്കണേണ്. അത് കഴിഞ്ഞിപ്പോൾ ഇത് നമ്മളുടെ BOT പാലം ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോകാൻ നേരത്തെ ഞാൻ വെറുതെ ഒന്നൊരു വ്ളോഗ് എടുത്തതാണ്. ആ ആകാശമൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പോണ സ്ഥലം നമ്മൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ പോത്തീസിലാണ് കേട്ടോ പോണത്. അപ്പോൾ പോത്തീസിൽ ആടി സെയിലൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ടും പോണേണ്. പക്ഷേ പോയി കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്താണെന്ന് വഴിയെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എപ്പോൾ പോയാലും ഇവിടെ സിഗ്നൽ കത്തും, അതുകൊണ്ട് നമുക്ക് അങ്ങനെ മടുപ്പൊന്നും തോന്നാറില്ല. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ദീപം കൊളുത്തുന്ന സംഭവത്തിൽ അവൾ പിടിച്ചിട്ട് വന്നില്ല, അവൾക്ക് അത് വേണമെന്ന്.
അങ്ങനെ ഇക്കു അതിൽ നിന്നൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് പൊക്കിയെടുത്ത്. പിന്നെ സാരി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീഴും. സാരി നോക്കാൻ വേണ്ടിയിട്ട് കയറും. ആദ്യം തന്നെ ഞാൻ അതായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും, പക്ഷെ സാരി കണ്ടു കഴിഞ്ഞാൽ ഞാനതിൽ വീഴും. അപ്പോൾ എനിക്ക് റെഡ് സാരി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഇക്കു പറഞ്ഞ് റെഡൊന്നും എടുക്കാമെന്ന് കണ്ട, സാരി ഒന്നും എടുക്കാമെന്ന് കണ്ട, കുറേ സാരി ഉണ്ട്, വേണ്ട എന്നും പറഞ്ഞിട്ട് ഇക്കു എന്നെ തള്ളി കൊണ്ടുവന്നു. അത് ഞാനിപ്പോൾ പൊതുവേ എനിക്ക് സാരീനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി നിന്നപ്പോൾ സെറ നല്ല അലമ്പായിരുന്നു കേട്ടോ. സെറ അതിൻ്റെ ഇടയ്ക്ക് ആന്നും പറഞ്ഞിട്ടൊക്കെ പിടിച്ചിട്ട് ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ലിഫ്റ്റിൽ കയറുമെന്നും പറഞ്ഞിട്ടിരിക്കണേനു, പക്ഷെ നമുക്ക് കയറിയില്ല. കാരണം അത് അടിയിലത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് കയറിയില്ല. പിന്നെ രണ്ടാമത് വേറെ ലിഫ്റ്റിലേക്ക് കയറി, അപ്പുറത്ത് തന്നെ സൈഡിലുണ്ടായിരുന്നു. ലിഫ്റ്റിൽ കയറി സെറാക്കാണ് കേട്ടോ ആദ്യം എടുക്കാൻ പോണത്. അപ്പോൾ അലമ്പാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഇരിക്കുന്ന ഒരു കൊട്ടയിലേക്ക് സെറാനെ കയറ്റിയിരുത്തി. പിന്നെ അത് ഇങ്ങോട്ട് തള്ളിപ്പിടിച്ചൊന്ന് നടന്നാൽ മതിയല്ലോ, ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ടേ. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീനോട് ഭയങ്കര ക്രേസുള്ള ആളാണ്. എവിടെ വണ്ടി കാണണം അതെല്ലാം അവൾക്ക് വേണം. എന്നിട്ട് ഈ സൈക്കിൾ കണ്ടിട്ട് അവൾ വിടണേ ഉണ്ടായിരുന്നില്ല. ഒരു കണക്കിനാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് പൊക്കിയത്. കാരണം വാങ്ങിക്കൊടുക്കാനിട്ടല്ല കേട്ടോ, വീട്ടിലും അവൾക്ക് കുറേ സൈക്കിളല്ല കാറും ജീപ്പും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ട്. ബർത്ത്ഡേക്ക് കിട്ടിയതും അല്ലാണ്ട് എൻ്റെ ഉമ്മിയൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കൊടുക്കും ഇവൾക്ക്. ഉമ്മയുടെ അനിയത്തിമാരൊക്കെ വാങ്ങിക്കൊടുക്കണം കൊണ്ടിട്ട് അവൾക്ക് ഒരുപാട് കളി സാധനങ്ങളുണ്ട്. എന്നാലും അവൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ പുതിയത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പം തന്നെ അത്. പിന്നെ എന്തുണ്ടാളൊക്കെ ആയി അവൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ വാശിയൊക്കെ ആയി. അവസാനം മിക്ക അവളെ പൊക്കിക്കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ വാങ്ങാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. പിന്നെ അവിടെ കുറച്ച് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും വാങ്ങിയുമില്ല. ഇന്നത്തെ ദിവസം വെറുതെ ഇങ്ങനെ പോയി.